ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ലതികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഇന്നൊരു നല്ലൊരു ബ്യൂട്ടി ടിപ്പ് ഇട്ടിട്ടുണ്ട്. അതായത് ഓട്സ്, പശുവും പാല്, പച്ച പശുവും പാല്, നമ്മളെ കടലമാവ് ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് മുഖത്ത് തേച്ച് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലവണ്ണം മുഖമൊക്കെ ഉണങ്ങിപ്പിടിക്കും. അതിനുശേഷം കഴുകി കളയുമ്പോൾ നല്ല റിസൾട്ടാണ്. അതേപോലെ തന്നെ ഞാൻ മുട്ടയും കടലമാവും തൈരും കൊണ്ട് ഇട്ടിട്ടുള്ള അതാണെങ്കിൽ നല്ല റിസൾട്ട് ഇടുന്നതാണ്, സൂപ്പർ റിസൾട്ടാണ്. നിങ്ങളെല്ലാവരും ഇട്ട് നോക്കണം. ഇട്ടിട്ട് എൻ്റെ വീഡിയോയിൽ അതിൻ്റെ കമൻറ്റുകൾ ഇടണം. കമൻറ്റ് ഇടാനൊക്കെ എല്ലാവർക്കും മടിയാണ്, ലൈക്ക് ചെയ്യാൻ മടിയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിയാണ്. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സഹായിക്കണം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമല്ലേ? എല്ലാവർക്കും സുഖമില്ല. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണ്. ഞാൻ ഒരാളിനെയായിട്ട് പറയണില്ല, എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ്. നിങ്ങളെൻ്റെ ചാനൽ വീണ്ടും കാണണം കേട്ടോ, കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. കുറച്ച് ദിവസമായില്ല ഇങ്ങനെയൊക്കെ വന്ന് നിങ്ങളോട് സംസാരിച്ചത്, അതുകൊണ്ടൊന്ന് നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ തോർന്നു, എല്ലായിടും മഴയാണ്. മഴയൊക്കെ തോർന്നു. സുമോദിന് സുഖമാണോ? മഹേഷിന് സുഖമാണോ? ലത ചേച്ചിക്ക് സുഖമാണോ? അച്ചമ്മയ്ക്ക് സുഖമാണോ? രത്നമ്മ വ്ളോഗിന് സുഖമാണോ? അങ്ങനെ എന്താണെന്ന് പറയണത്, സുപ്രിയയ്ക്ക് സുഖമാണോ? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വാസത്തോടുകൂടി ഞാൻ എൻ്റെ ചെറിയ ചെറിയ വീഡിയോകളുമായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണവരാണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവരും കൂടി എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരു ചെറിയ അഭ്യർത്ഥനയോടുകൂടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ലതികാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ടാറ്റാ. പിന്നെ കാണണം കേട്ടോ, കാണാതിരിക്കരുതേ. കണ്ടിട്ട് എനിക്ക് അഭിപ്രായങ്ങൾ പറയണേ. ട്രോളല്ലേ. ഇന്ന് ഓട്സ് കൊണ്ടൊരു അടിപൊളി പാക്ക് ഉണ്ടാക്കാമേ. അതിലേക്ക് വേണ്ടി ഒരു 2 സ്പൂൺ ഓട്സും അതിൽ ആവശ്യത്തിനുള്ള പശുവും പാലാണ്, കാച്ചാത്ത പച്ചപ്പാലാണ്. അത് രണ്ടും കൂടി ഒരു മണിക്കൂർ നേരം ഒന്ന് കുതിർക്കാൻ വെച്ചിരുന്നു. അത് നല്ലവണ്ണം കുതിർത്തു. എന്നിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ കുളിച്ചിട്ടിടണതാണ് നല്ലത്. അതിൽ കൂടെ 1 സ്പൂൺ കടലമാവും കൂടെ ഇട്ട് നല്ലവണ്ണം ഒന്ന് റെഡിയാക്കി എടുത്തു. അതിനുശേഷം നമ്മൾ പാക്ക് നല്ലവണ്ണം വാരി തേച്ച് കൊടുക്കണം. പിന്നെ ഈ പാക്ക് നമ്മൾ കുളിച്ചിട്ടിടണതാണ് നല്ലത്. കുളിക്കുന്നതിന് മുമ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ പാലൊക്കെ ഇട്ട് ചെയ്യണതുകൊണ്ട് അത് അങ്ങ് സോപ്പിലല്ലേ ഞങ്ങൾ പോകും. പക്ഷേ സോപ്പൊക്കെ തേക്കാതെ ഇങ്ങനെ ചെയ്യണതാണ് നല്ല റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും കുളിച്ചതിന് ശേഷം ഇടണം. ഒരു സ്മെല്ല് അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ല ഇതല്ലേ. എന്നിട്ട് നമുക്ക് തുടച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ കുളിച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യണത്. ഇത് എല്ലാ പാക്കുകളും കുളിച്ചതിന് ശേഷം ചെയ്യണതാണ് നല്ലത്. ചിലതൊക്കെ നമുക്ക് പറ്റില്ല, അതുകൊണ്ട് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ചെയ്യണമെന്ന് മാത്രം. അങ്ങനെ എല്ലാവരും ഈ പാക്കൊക്കെ ഇട്ട് നല്ലവണ്ണം സുന്ദരന്മാരാനൊക്കെ ആവാൻ നോക്കണം. നമ്മൾ ഈ കറുപ്പ് കൂടുതലുള്ള ഭാഗത്ത് കുറച്ച് കട്ടിക്കൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ 20 മിനിറ്റ് കഴിയുമ്പോൾ നല്ലവണ്ണം ഉണങ്ങി ഞാൻ തുടച്ചെടുത്തു. നല്ല സൂപ്പർ റിസൾട്ടാണ്. എല്ലാവരും നോക്കണം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. താങ്ക് യു.